നരഭോജിക്കടുവയ്ക്കായി തിരച്ചിൽ 3-ാം ദിനത്തിൽ. ഉൾവനത്തിൽ തിരച്ചിലിന് 8 പേരടങ്ങുന്ന 8 സംഘങ്ങൾ, ഒപ്പം 20-അംഗ RRT സംഘവും. ബേസ് ക്യാമ്പിലേക്ക് ആളുകളെ വിലക്കിയുള്ള സന്നാഹം. ദൗത്യസംഘത്തിനു നേരെ കടുവ ആക്രമണമെന്ന് വിവരം. ആശങ്കയുടെ നിമിഷങ്ങൾ. RRT സംഘാംഗം ജയസൂര്യയ്ക്ക് പരിക്കേറ്റതായി സ്ഥിരീകരണം. 1 മണിക്കൂറിനകം പരിക്ക് ഗുരുതരമല്ലെന്ന ആശ്വാസവാർത്ത. അവർ താഴേക്ക് വരുന്നുണ്ട്, അതുവരെ ഒന്ന് ക്ഷമിച്ചിരിക്കുക പ്ലീസ്. RRT സ്റ്റാഫിനാണ് പറ്റിയിട്ടുള്ളത്. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള പ്രവർത്തനമാണ്, ഒന്ന് സഹകരിക്കുക. ജയസൂര്യയുമായി അതിവേഗം വനം വകുപ്പ് വാഹനം ആശുപത്രിയിലേക്ക്. നരഭോജിയുടെ അപ്രതീക്ഷിത ആക്രമണത്തെക്കുറിച്ച് ആദ്യ പ്രതികരണം റിപ്പോർട്ടറിനോട്. ഇത് നമ്മൾ 10-15 പേരുണ്ട്, നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുന്നു. അപ്പോൾ പെട്ടെന്ന് പുറകിന് അടിച്ചിടണം. അപ്പോൾ ഞാൻ ഷീൽഡും കൊണ്ട് മേലിങ്ങനെ തട്ടപ്പോൾ കൈ കടുവിൻ്റെ കൈ മാത്രം അടിച്ച് താഴെ വീണ് ഞാൻ കടുവിൻ്റെ മേത്തേക്ക് ഷീൽഡിൽ. റിപ്പോർട്ടർ, വയനാട്.